ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 3-ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. സന്ദീപ് ഘോഷിന്റെ മൊബൈൽ കോൾ ലിസ്റ്റും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും CBI പരിശോധിച്ചു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിന് തൃണമൂൽ MP സുകേന്ദു ശേഖർ റായ്ക്ക് കൊൽക്കത്ത പോലീസിന്റെ നോട്ടീസ് ലഭിച്ചു. ആർജിക്കർ ആശുപത്രി പരിസരത്ത് ഇപ്പോഴും നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇതിലിപ്പോൾ ഈ നുണ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം പരിശോധനകളിലേക്ക് കടക്കണമെങ്കിൽ പോലീസിന്റെ അനുമതി തേടേണ്ടതുണ്ട്. CBI സംബന്ധിച്ചിടത്തോളം ആ ഒരു നടപടി ഏറ്റവും പ്രധാനമാകുന്നു. അതൊന്ന് ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് MP-ക്കെതിരായ നടപടി, അത് ഏത് രീതിയിലാണ്? സ്മിത, ഈ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം എങ്കിൽ തീർച്ചയായും ഇത് കോടതിയുടെ അനുമതി ആവശ്യമാണ്. അതിനായുള്ള നിയമ നടപടികൾ CBI സംഘം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ തന്നെ അതിനായുള്ള നീക്കങ്ങൾ നടത്തിയേക്കും എന്ന സൂചനയാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം CBIയുടെ പ്രത്യേക സംഘം ഇവിടെ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഘം ഈ നിലവിൽ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയുടെ മാനസിക നില പരിശോധന നടത്തി വരികയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനായുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. സമാനമായി തന്നെ CBIയുടെ മറ്റൊരു പരിശോധന 3D ഇമേജ് സ്കാനിംഗ് ഉപയോഗിച്ച് കൊണ്ട് ആശുപത്രിയിൽ ഈ ക്രൈം നടന്ന ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. അതിനായുള്ള പ്രത്യേക ഫോറൻസിക് സംഘം ഇപ്പോൾ ആർജിക്കർ ആശുപത്രിയിലുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് CBI ആസ്ഥാനത്താണ്. ഇവിടെ ഇപ്പോൾ തുടർച്ചയായി 3-ാം ദിവസം ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് ഘോഷിന്റെ മറ്റ് കോൾ വിവരങ്ങൾ അടക്കമുള്ളവ CBI സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആരെയെല്ലാം സന്ദീപ് ഘോഷ് ബന്ധപ്പെട്ടു, ആരുമായെല്ലാം ഇക്കാര്യം സംസാരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വിവരങ്ങൾ തേടിയിരിക്കുന്നത്. അത് ഹാജരാക്കിയിട്ടുണ്ട് സന്ദീപ് ഘോഷ് തന്നെ എന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ അത് CBI ഈ ഒരു കോൾ ലിസ്റ്റ് CBIയുടെ കൈവശം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് നേരിട്ട് ഈ ആശുപത്രി അധികൃതരുമായി ആരെല്ലാമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു, തുടർ നടപടികൾ സംബന്ധിച്ച് ആരെല്ലാമായി ചർച്ച ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI സംഘം പരിശോധിച്ചു വരുന്നുണ്ട്. പ്രധാനമായും സന്ദീപ് ഘോഷിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒട്ടേറെ മൊഴികൾ CBIക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിനിടെ ഈ വിമർശിച്ച നിരവധി പേർക്ക് തൃണമൂൽ MP അടക്കമുള്ള നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.